ആശയം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചവരായിരുന്നു പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തത് അനന്ത പരകോടി ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നനായ അള്ളാഹ് ആദരിച്ച ഒരു സൃഷ്ടിയെ സംസ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. വലക്കത് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദരവിന്റെ മാനദണ്ഡം അവർക്ക് വിശേഷ ബുദ്ധി നൽകി, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അത് നൽകിയിട്ടില്ലെന്ന് തീർത്തു പറയുന്നു ഖുർആൻ. ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മൾ. തിരക്കെന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കയ്യിലെ മൊബൈലിൽ ഓരോ രംഗത്ത് തോണ്ടി സമയം തീർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ച് ജയിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് പ്രബലമായ രാജ്യങ്ങൾ ഇസ്രായേൽ, ഇറാൻ. പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും GCC രാഷ്ട്രങ്ങളെ അത് വളരെയേറെ ബാധിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടം നമ്മൾ അതിലായിരുന്നു. പെരുന്നാളിന്റെ നോമ്പിന് പോലും സ്വന്തമായി തെറ്റുകൾ തിരുത്താനോ ചിന്തിക്കാനോ ഒന്നും സമയമുണ്ടായില്ല. ചാനലുകൾ, വാർത്തകളിലായിരുന്നു നമ്മൾ. ഇറാൻ അങ്ങനെ അവിടെ ചെയ്തു, ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു, അവിടെ എത്ര കുട്ടികൾ, ഒക്കെ ശരിയാണ്. അതിനുശേഷം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ ഇലക്ഷൻ വന്നു. സജീവമായ അതിന്റെ വാർത്തകളിലും ചർച്ചകളിലും ട്രോളുകളിലും അഭിപ്രായ ഭിന്നതകളിലും സംഘർഷങ്ങളിലുമായി നമ്മൾ കഴിഞ്ഞുകൂടി. പിന്നെ നീണ്ട ഒരു കാത്തിരിപ്പ് ഇലക്ഷന്റെ റിസൾട്ട് വരാൻ. റിസൾട്ട് വന്നു. ഇന്നലെ വരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചകളായി. നമ്മൾ ആരും അത് വിചാരിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ലോകത്ത് വരുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഒരു കാലയളവ് ഇങ്ങനെയായി. കുറെ സിനിമാ ലോകം അത് ചർച്ച ചെയ്യുന്നു, ഇത് ചർച്ച ചെയ്യുന്നു, വാർത്തകളുടെ പിന്നാലെ പോകുന്നു, അതുപോലെ ട്രോളുകളുടെ പിന്നാലെ പോകുന്നു. ഗൗരവത്തിൽ സ്വന്തം ജീവിതത്തെ റീഡ് ചെയ്യാൻ പലർക്കും സാധ്യമാകാതെ പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച എത്ര പെട്ടെന്നാണ് ഈ വെള്ളിയാഴ്ചയിലേക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നാളെ ശനി എന്ന് പറയുമ്പോഴേ വെള്ളിയാഴ്ചയായി തീരുന്ന അത്ഭുതമാണ്. ലോകം അത്ര വേഗത്തിൽ പോവുകയാണ്. ഒരേ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, ആരാണ് മനുഷ്യൻ? ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ എന്ന സൃഷ്ടി ആരാണ്? ആ ചിന്തയില്ലെങ്കിൽ സംഭവിക്കാകുന്നത് എന്ത്? ആരാണ് മനുഷ്യൻ? ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെ അനേക ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നു. അവയാരും സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? 10-15 ദിവസം കഴിഞ്ഞ് സ്കൂൾ ഓപ്പണിംഗ് ആണ്. കുട്ടികൾക്ക് ബാഗ് വേണം, വെള്ളത്തിന് വേണ്ട പാത്രങ്ങൾ വേണം, ഫുഡ് കൊണ്ടുപോകാൻ ആവശ്യമായ സ്റ്റീൽ പാത്രങ്ങൾ വേണം, ഫൈബർ പാത്രങ്ങൾ വേണം, അതിനൊരു കിറ്റ് വേണം, ബാഗ് വേണം, നോട്ട് ബുക്ക് വേണം, ടെസ്റ്റ് വേണം, ബോക്സ് വേണം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം. കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കാൻ വാഹനം വേണം, മാസത്തിനൊരു ശമ്പളം വേണം, ഫീസ് വേണം, സ്കൂളുകളിൽ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങി. മനുഷ്യന് മാത്രം എന്തുകൊണ്ട് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നു, പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യങ്ങൾ ഉപയോഗിക്കുന്നു, ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്നു, അനേക ഗവേഷണ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നു. എല്ലാം മനുഷ്യന്റേതായ ഒരു പ്രത്യേകതയാണ്. എത്ര പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് മനുഷ്യകുലം, എത്ര ആളുകൾ നമ്മൾ ചതിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുന്നുണ്ട്. പക്ഷെ അവരാരും കൃത്യമായ നീതിയുടെ തുലാസിൽ വെച്ച് അളക്കപ്പെടുകയോ അവർ ചെയ്ത പാപകർമ്മത്തിന്റെ ആഴമനുസരിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്ന ഒരു ലോകം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളെ പോലെ കാണുന്നത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ആ അപരാധം നമ്മൾ തുടരുന്ന കാലങ്ങൾ ഏറെയായി. മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, മനുഷ്യന്റെ അവസ്ഥകൾ എന്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, മാതാവ്, പിതാവ്, മക്കള്, ഭാര്യ, കുട്ടികള്, കുടുംബങ്ങള്, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ശരിക്കും അരക്കെട്ടുറപ്പിക്കേണ്ടതുണ്ട്. അത് മനുഷ്യകുലത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അമ്മയാണ്, അത് പെണ്ണാണ്. ഭാര്യ, അതും പെണ്ണാണ്. മകൾ, അത് പെണ്ണാണ്. പക്ഷെ 3 പേരോടുമുള്ള സമീപനം എൻഡർലി ഡിഫറൻസ് ആണ്. അമ്മയെ ചുംബിക്കുന്നു, ഒരിക്കലും നമുക്ക് കാമം തോന്നാറില്ല. മകളെ ചുംബിക്കുന്നു, നമുക്ക് കാമം തോന്നാറില്ല. കാമുകിയെ ചുംബിക്കുന്നു, നമുക്ക് കാമം തോന്നാറുണ്ട്. പക്ഷേ ആ കാമുകിക്കും ഭാര്യക്കും അതുപോലെ ഉമ്മാക്കും മകൾക്കും ഒരേ കവിള് തന്നെയാണ്. ആ കവിളിൽ തന്നെ നമ്മുടെ ചുണ്ടുകൊണ്ടാണ് നമ്മൾ ഉമ്മ വെക്കുന്നത്. പക്ഷെ നമ്മുടെ ചുണ്ട് ഉമ്മാന്റെ കവിളിൽ തട്ടുമ്പോഴുള്ള മനുഷ്യന്റെ വൈകാരികത മാതൃബന്ധിതമായ മനുഷ്യനിലെ വികാരമാണ്. അതിൽ വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനൊരു സവിശേഷ സൃഷ്ടിയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ന് തെറ്റ്, കോടതി വിധി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അതൊന്നും ജന്തുലോകത്തെ നിയന്ത്രിക്കാനല്ല, ഇവിടുത്തെ പക്ഷികളെയോ മൃഗാദികളെയോ നിയന്ത്രിക്കാനല്ല. മൃഗത്തെ പോലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യാനാണത്. ഒരു പക്ഷിയോട് ക്രൂരത കാണിച്ചാൽ, പിടിക്കാൻ പാടില്ലാത്തൊരു ജീവിയെ നമ്മൾ പിടിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നത് മൃഗമല്ല, നമ്മളാണ്. അല്ലെ? അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു പുലിനെ പിടിച്ചിട്ട് ജയിലിടോ, കൂട്ടിലിടും ചിലപ്പോ, അതിന്റെ അക്രമവാസന കൊണ്ട്. അതല്ലാതെ അതിന് ജീവപര്യന്തം തടസ്സം അങ്ങനെയൊന്നുമില്ല. ജന്തുലോകത്ത് അതൊന്നുമില്ല. അപ്പൊ ജന്തുക്കളെ പോലെ മരിച്ചു പിരിഞ്ഞാൽ അങ്ങനെ മണ്ണോട് മണ്ണ് ചേരുമെങ്കിൽ ഈ ജീവിതത്തിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? അത് ശരിക്കും നമ്മൾ ആലോചിക്കണം. ആരാണ് മനുഷ്യൻ? മനുഷ്യന്റെ ഒരാളുടെ ഗവേഷണം, അയാൾ മരിച്ചാലും സഹസ്രാബ്ദങ്ങൾ അതിന്റെ ഗുണം മാനവരാശി അനുഭവിക്കുന്നു. 1000 കൊല്ലം ഗുണമുള്ള ഒരു കാര്യം കണ്ടെത്തിയ ഒരാള്, അയാൾ അതിന്റെ പിറ്റേന്നോ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം, മരിച്ചു പോയിട്ടുണ്ടാവാം, ആക്സിഡന്റ് മരിച്ചിട്ടുണ്ടാവാം. ഈ 1000 കൊല്ലത്തെ ഗുണത്തിന് അതിനനുസരിച്ച് തത്തുല്യമായ പ്രതിഫലം അയാൾ ചെയ്ത പ്രവർത്തനം കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് സിമ്പിൾ. ഏത് യുക്തിവാദിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരാൾ വളരെ ക്രൂരമായ കാര്യം ചെയ്തു, അതിന്റെ അനന്തരഫലം ഇന്നും തുടരുന്നു. ഉദാഹരണം, ലിറ്റിൽ ബോയ് ട്രൂമാന്റെ നേതൃത്വത്തിൽ അമേരിക്ക നമ്മുടെ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് കൊണ്ടുപോയി തുപ്പി. അതിന്റെ അനന്തരഫലം ഇന്നും തുടരുകയാണ്. അപ്പൊ ആ വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടിയോ? ഹിബാക്കുശകൾ എന്ന പേരിൽ 3,70,000 വരുന്ന പിള്ളേര്, കൈകാലുകളില്ലാത്ത മുച്ചിറിയന്മാരായ മന്ദബുദ്ധികളായ ആളുകൾ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്, ജപ്പാനിലുണ്ട്. ആരാണ് ആ പാപം ചെയ്തത്? അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. വെറുതെ സുഖത്തിന് വേണ്ടി ചെയ്തതാണ്, പരീക്ഷണമാണ്. പക്ഷെ നശിച്ചുപോയത് മനുഷ്യരാണ്. അപ്പൊ ഇവർക്കൊക്കെ 160 കുട്ടികളെ കൊല്ലുന്നു, അല്ലെങ്കിൽ 1000കണക്കിന് കുട്ടികളെ ഫലസ്തീനിൽ കൊല്ലുന്നു. ഇസ്രയേലിന് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നീതിയുടെ ഒരു ബോധത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനുണ്ട്. മനുഷ്യനെന്ന സൃഷ്ടി, അതാരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, ഇവരൊക്കെ മനസ്സിലെന്തുണ്ട്? നീതി പുലരുന്ന ഒരു ദിവസം അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നീതി പുലരുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഇന്നലെ ഈരാറ്റുപേട്ടയിൽ ഡയലോഗ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ, വളരെ സ്റ്റാൻഡേർഡ് ഉള്ള, വളരെ ഉയർന്ന നിലവാരം പുലർത്തിയ ഒരു മഹാസംഗമം നടക്കുകയുണ്ടായി. അതിലിങ്ങനെ മരണാനന്തരം എന്നതായിരുന്നു വളരെ പ്രധാനമായ വിഷയം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്നതാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി പറയുന്നതിന് എല്ലാ അർത്ഥമുള്ളത്. ആളുകള് ശരിക്കും മരണാനന്തരമില്ല, ശരി, ഒറ്റടിക്കതോട് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കും അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു കേവല ഇന്ദ്രിയത്തുള്ളി, അങ്ങനെ മനസ്സിലാക്കി, ഒരു പുരുഷൻ ശപിക്കുന്ന അലം യകുനു ചുഫതൻ മിൻ മനിയ്യുംന, കേവലമായ ഒരു ഇന്ദ്രിയത്തുള്ളി, അറപ്പും വെറുപ്പും നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത പശിമയുള്ള ഒരു ഇന്ദ്രിയത്തുള്ളി, 2 മിനിറ്റ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വെച്ച പച്ചവെള്ളമായി തീരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി. എങ്ങനെ? ആ ഇന്ദ്രിയം വഴുവഴുപ്പുള്ള, കൊഴുപ്പുള്ള, ആ കയ്യിൽ ഇങ്ങനെ വെച്ച പശിമയാർന്ന ആ ഇന്ദ്രിയത്തുള്ളി ഒരു കുഞ്ഞി പാത്രത്തിൽ നമ്മൾ വെച്ചാൽ പച്ചവെള്ളമായി തീരുന്ന ഈ സംഭവം. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഐശ്വര്യ റായ് ഉണ്ട്, വി ഡി സതീശനുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ആ ഇന്ദ്രിയത്തില് ആലോചിക്കേണ്ട വളരെ പ്രധാനമാണ്. അത് മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ഘട്ടത്തിൽ നിന്ന് ലക്ഷണമൊത്ത കോടിക്കണക്കായ ബീജഗണങ്ങളിൽ നിന്ന് അത് അണ്ടവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി രൂപപ്പെട്ടു. അതൊരു ഘട്ടം. ആ സൈക്കോട്ടിൽ നിന്ന് അടുത്ത ഘട്ടം അവസാനിച്ചു. ആ ഘട്ടം അവസാനിച്ചു.
ഇല്ല. തേർഡ് ഘട്ടത്തിലേക്ക് വന്നു, ഫോർത്തിൽ വന്നു, ഫിഫ്തിൽ വന്നു. എന്നിട്ട് സുമ്മ ഖലഖനൽ നുത്ഫത അലക ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ ഫകസൗനൽ ലിലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചന. എന്നിട്ട് ആ ഇന്ദ്രിയത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ അസ്ഥി കൊണ്ട് അനാവരണം ചെയ്ത്, ആ അസ്ഥിക്കൂടത്തെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമുന ശൈഅ, ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. ഘട്ടം അടുത്തത് വന്നു. ശിശുവായി, ബാല്യമായി, യൗവനമായി, ഘട്ടങ്ങൾ ഇങ്ങനെ പോവുകയാണ്. സൂറ വിശുദ്ധ ഖുർആന്റെ 22-ാം അധ്യായം 5-ാമത്തെ വചനം മനോഹരമായി വിവരിക്കുകയാണ്. എന്നാൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിൽ വന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെയെല്ലാം വന്നു. എന്നിട്ട് അലൈസ അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, എന്നിട്ട് മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് നിങ്ങൾ പറയണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഘട്ടം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 ഘട്ടം വന്നു, 5 വന്നു, 6 വന്നു. ഇനി ഘട്ടം ഉണ്ടാവില്ല എന്ന് പറയാനാണോ തെളിവ്? ഉണ്ടാകാമെന്ന് പറയാനാ തെളിവ്, അല്ലേ? ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആകുന്നു പറയാൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിനപ്പുറത്തേക്കും ഒരു ജീവിതം. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് കാഫിലൊക്കെ പറഞ്ഞ ബൽദത്തൻ മൈത കദലികൽ ഖുറൂജ്, അപ്രകാരം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അമഹസിത്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അതല്ല നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കും. അയസ്ബുൽ ഇൻസാനു അയ്യുത്രക സുദാ, സൂറത്ത് ഖിയാമയാണ്, 36-ാമത്തെ വചനമാണ്, 75-ാം അധ്യായമാണ്. അല്ല, നിങ്ങളെ മനുഷ്യരെ അങ്ങ് വെറുതെ വിട്ടേക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുറ്റവാളിത്തവും അക്രമവും അരാജകത്വവും ചെയ്ത് നിങ്ങൾ ജീവിച്ച് അറമാദിച്ച കാലഘട്ടങ്ങളിൽ നിന്ന് അതൊന്നും വിചാരണ ചെയ്യാതെ വല്ലാത്തൊരു ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. തെമ്മാടിത്തം ചെയ്തവരും വൃത്തികേടുകൾ ചെയ്തവരും നന്മ ചെയ്തവരും, ഉമ്മാനെ കൊന്നു, പെങ്ങളെ കൊന്നു, അനുജനെ കൊന്നു, എളാപ്പയെ കൊന്നു, കാമുകിയെ കൊന്നു, ആ കുറ്റവാളിയും ഉമ്മാനെ സംരക്ഷിച്ച മകനും മരണത്തോടുകൂടി തുല്യമാകുമോ? ഇല്ലെന്ന് മനുഷ്യന്റെ മനസ്സ് പറയും. അതുകൊണ്ട് തന്നെ നീതി നടപ്പാക്കപ്പെടുന്ന, ഒരു നിലക്കും ഒരു തരിമ്പും അനീതി കാണിക്കാത്ത ഒരു ലോകം ഇവിടെ ആവശ്യമുണ്ട്. ആ ലോകത്തിൽ വിശ്വസിക്കുമ്പോഴാണ് പിന്നുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞ നിർഭയത്വവും തൗഹീദും സുന്നത്തും ആഖിറത്തും വേഷവും വിധാനവും എപ്പുണ്ടാവണതാണ്, എപ്പുണ്ടാവണാണ്. ദാ ഇങ്ങനൊരു ജീവിതം ഉണ്ട്, അല്ല അങ്ങനൊരു ജീവിതം ഇല്ല. ഇല്ല എങ്കിൽ എങ്ങനെയും ജീവിക്കാം, അർമാദിക്കാം, എന്തു തെറ്റും ചെയ്യാം, എവിടെയും ജീവിക്കാം. അങ്ങനെ ഒരിക്കലും മനുഷ്യനാകുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി എന്ത് വിധിച്ചു? നീതി വിധിച്ചു, ന്യായം വിധിച്ചു. ന്യായമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ല, അയാളാണ് തെറ്റ് ചെയ്ത്, അതെങ്ങനെ തീരുമാനിക്കുന്നത്? തെറ്റിനെ തെറ്റായി കാണാൻ മനുഷ്യന് മാത്രം കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മനുഷ്യൻ എന്ന സൃഷ്ടിയിൽ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഇവിടെ തീർച്ചയായും ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ വിമലീകരണം, ആത്മാവ് മനുഷ്യനിലുണ്ട് എന്നതാണ് ഏറ്റവും ചൈതന്യവത്തായ കാര്യം ആണ്. അപ്പൊ നമ്മളെല്ലാരും പിന്നെ ഒരു ബൾബ് കത്തുന്നില്ല, സ്വിച്ച് ഇട്ട് നോക്കി ബൾബ് കത്തുന്നില്ല. 2 തീരുമാനങ്ങളിലെത്തും നമ്മൾ. എന്താ അത്? ഒന്ന് ബൾബ് കേട് വന്നിട്ടുണ്ടാവും, അതിന്റെ ഫിലമെന്റ് അടിച്ചു പോയിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ അവിടെ ആ ബൾബ് ഊരി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, അപ്പൊ അതാ കത്തുന്നു. അപ്പൊ എന്താ കുഴപ്പം? അവിടേക്കുള്ള വൈദ്യുത ലൈനിൽ കുഴപ്പമുണ്ട്. മനസ്സിലായി? ബൾബിന് കുഴപ്പമുണ്ടോ? ഇല്ല, ഇല്ല. അതുപോലെയാണ് ഒരാൾ മരണപ്പെട്ട കൈ പ്രശ്നമുണ്ടോ? ഇല്ല. ഹാർട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. ലിവർ പ്രശ്നമുണ്ടോ? ഇല്ല. അയാളെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ? അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ആത്മാവുള്ള ഒരു ശരീരത്തിലേക്ക് ആത്മാവ് നഷ്ടപ്പെട്ട ഒരാളുടെ ഹാർട്ട് ഇത്ര ടൈമിനുള്ളിൽ കൊണ്ടുപോയി വെച്ച ആ ഹാർട്ട് എന്താ അവിടെ വർക്ക് ചെയ്യുന്നത്? പ്രശ്നം ഹാർട്ടിനായിരുന്നില്ല, ഹാർട്ടിനെ എല്ലാം സജീവമാക്കിയ വൈദ്യുതിയായിരുന്ന ആത്മാവ് അവിടെ നടുപ്പോയി. അതുകൊണ്ടല്ല മരിച്ച ഒരാളെ കിഡ്നി വേറൊരാൾക്ക് കൊടുത്താൽ അത് അവിടെ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇയാളെ കിഡ്നി എടുത്തിട്ട് മരിച്ച ഒരാളെ ശരീരത്തിൽ ആ കിഡ്നി പെർഫെക്റ്റ് ആയി കൊടുക്കുന്നെങ്കിലോ ആക്സിഡന്റ് പറ്റി കിഡ്നി തകർന്നു പോയ ഒരാൾക്ക്
ആക്സിഡന്റ് ഒന്നും പറ്റാത്ത പൂർണ്ണാരോഗ്യമുള്ള ഒരാളുടെ ആക്സിഡന്റ് കൊടുത്ത് വർക്കില്ല, അയാൾ മരിച്ചു എന്ന് കരുതിയ പിന്നല്ല. അപ്പൊ എന്താണ്, ആത്മാവുള്ള ഒരു ശരീരത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ തകരാറില്ലാത്ത ബൾബ് ലൈനിൽ തകരാറ്, കാരണം അവിടേക്ക് വൈദ്യുതി ഇല്ല. ഇത് തന്നെയാണ് നമ്മളിൽ നിന്ന് വൈദ്യുതി അപ്രത്യക്ഷമാകുന്ന പോലെ ആത്മാവ് അപ്രത്യക്ഷമാകുന്നതോടെയാണ് ഈ ശരീരത്ത് കണ്ണും കാതും കൽബൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മരണപ്പെട്ട ഒരാളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ലല്ലോ. പിന്നെ എന്തായിരുന്നു അയാളെ ചലിപ്പിച്ചത്? അത് ഈ പറഞ്ഞ പോലെ വൈദ്യുതി. അത് പോയാൽ പിന്നെ ഈ അവയവങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി നിന്നിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് ആ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു. ആ ആത്മാവിനെ അല്ലാഹു സൂറത്ത് സുമറിൽ അല്ലാഹു 42 പറയുന്നു, ആത്മാവ് ഉറങ്ങുമ്പോ നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ ആത്മാവ് നിങ്ങളിലേക്ക് ഉണരാൻ നിശ്ചയിച്ചവർക്ക് അത് അല്ലാഹു വിട്ടുതരികയും ചെയ്യുന്നുണ്ട്. മരണം ഖദാക്കിയ ആളുകൾക്ക് ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുമുണ്ട് എന്ന് ഖുർആൻ പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയത, ആത്മാർത്ഥത എന്നൊക്കെ പറയുന്ന പദം ഏത് യുക്തിവാദി ഉപയോഗിക്കുന്നല്ലേ? ആത്മാർത്ഥത എന്ന് ഏത് യുക്തിവാദിയും, എന്താണ് ഈ ആത്മാവിനോട് ചേർന്ന അർത്ഥത എന്താണ് അത് ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ തിന്നും കുടിച്ചും ഭോഗിച്ചും സൂറത്ത് മുഹമ്മദിലാണ് 12-ാമത്തെ വചനമാണ്. അങ്ങനെ ആയ പോരല്ലോ, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അങ്ങനെ പോവുക, അങ്ങനല്ല. അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ ഏത് വിശ്വാസമാണ് ഫലപ്രദമാകുക? ഇപ്പൊ നമ്മളൊക്കെ എയർപോർട്ടിൽ പോയ പല ആളുകളുണ്ട്. എയർപോർട്ട് കിടന്ന് മറ്റൊരു രാജ്യത്ത് പോകണം. അപ്പൊ നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി. നമ്മുടെ ബാഗിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, കടലാസുണ്ട്, നല്ല ഡ്രസ്സുകളുണ്ട്, ആവശ്യമുള്ള മെഡിസിനുകളുണ്ട്, ഫയലുകളുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൗണ്ടറിൽ അങ്ങോട്ട് ചെന്ന് പാസ്പോർട്ട് ചോദിച്ചാൽ അതില്ലെങ്കിലോ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അയാൾക്ക് എയർപോർട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് എയർപോർട്ടിൽ രക്ഷപ്പെടണമെങ്കിൽ, അപ്പുറം കിടക്കണമെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന. അയാൾ നല്ല മനുഷ്യനാണ്, സജീവമാണ്, നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, ഇന്ന് വരെ ഒരു അക്രമം ചെയ്തിട്ടില്ല. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോകാൻ ആവശ്യമുള്ള പാസ്പോർട്ട് ഇല്ല. ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും ചേർന്ന് അയാൾ നല്ല ആളാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എയർപോർട്ടിന്റെ നിയമം അനുസരിച്ച് അവിടെ നിന്ന് കടക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് വിശ്വാസം ശരിയല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല. അതിനെ നമ്മൾ വെറുതെ ഗാന്ധിജി സ്വർഗത്ത് പോവോ, മറ്റേ ആള് സ്വർഗത്ത് പോവോ, ഒന്നാള് സ്വർഗത്ത്, അതിലൊന്നും അർത്ഥമല്ല. അതിങ്ങനെ തിരിച്ചു ചോദിച്ചാൽ മതി, പാസ്പോർട്ട് ഇല്ലാതെ ഗാന്ധിജിക്ക് എയർപോർട്ട് വിട്ടു പോകാൻ പറ്റുമോ? സിമ്പിൾ. വേറൊന്നും ആലോചിക്കണ്ട. ഇവിടെ വേറൊരാള് പാസ്പോർട്ട് ഇല്ല, അയാൾക്ക് വേറൊരു രാജ്യത്ത് പോകണം, കഴിയില്ല. ഡൊമസ്റ്റിക്കിൽ ഇങ്ങനെ കറങ്ങാം, അതിലപ്പുറത്ത് പോകാൻ കഴിയില്ല. അവിടെ ആരായാലും എത്ര വലിയ മഹാനായാലും. അപ്പൊ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ പാസ്പോർട്ട് ആവശ്യമാണ്. അതേതാ? അത് നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാസ്പോർട്ട്. അത് ഇസ്ലാം വളരെ കണിശമായി ലോകത്ത് പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു? എങ്ങനെയത് പഠിപ്പിക്കുന്നത്? ഇസ്ലാമിന്റെ വിശ്വാസം അസ്വീകാര്യമായി മനുഷ്യകുലത്തിന് എങ്ങനെ തോന്നും? ബാലചന്ദ്രൻ എങ്ങനെ തോന്നും? ഗണേശൻ എങ്ങനെ തോന്നും? സുരേന്ദ്രൻ എങ്ങനെ തോന്നും? ജോസഫിന് എങ്ങനെ തോന്നും? കാരണം ജോസഫിനെയും സുരേന്ദ്രനെയും ഏതൊരു പടച്ചോനാണോ, ഏതൊരു പ്രപഞ്ചനാഥനാണോ സൃഷ്ടിച്ചത്, ആ നാഥനാണ് ഞങ്ങളെയും സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നോളം സുന്ദരമായ ഒരു വിശ്വാസം ഈ ഭൂമുഖത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെയും ഇവിടെയുള്ള ഉസ്താദുമാരെയും മൗലവിമാരെയും മൊല്ലമാരെയും സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ സൃഷ്ടിച്ചത് ഒരു പടച്ചോനാണെന്ന് വന്നാൽ എവിടെയാണ് ഭിന്നത? എവിടെയാണ് അനൈക്യം? അത് എനിക്ക് മനസ്സിലാവാത്ത അതാണ്. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായി ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്നിരിക്കത്ത മനുഷ്യവർഗം. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും നല്ലേ. ഏതെങ്കിലും ഒരു ഹൈന്ദവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ ഫഅന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങളുടെ ദൈവം ഏകനാണ്, ഏകം സദ്ബഹുദ വിപ്ര വദന്തി ശമ്മ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ്. ഒറ്റ ദൈവത്തെ കുറിച്ചാണ് മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പറയുന്നത്. ഈശാവാസോപനിഷത്തിൽ പറയുന്നത് ഈ ശുദ്ധമായ ഏകദൈവാരാധനയെ കുറിച്ചാണ്. ഹിന്ദുവിന് വേറെ ദൈവം, മുസ്ലിമിന് വേറെ ദൈവം, ക്രിസ്ത്യാനിക്ക് വേറെ ദൈവം, ഓരോരുത്തർക്കും ഓരോ ദർഗ,
ദേവി ദേവ സങ്കല്പങ്ങൾ, സത്യം പറഞ്ഞാൽ അതൊക്കെ മനുഷ്യരുണ്ടാക്കിയത്. മാനവകുലത്തിന് ഒരൊറ്റ ദൈവം, അതാണ് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹൃത്ത്. ആ ത്വമേകം ഏകനായ 5 തവണയാണ് ഏകദൈവം ഏകദൈവം ഏകം സത്വഹുദാ വിപ്ര യോ ദേവാ നാമാമദ ഏകേവ. ദൈവം എന്ന് പറയുന്ന ഒറ്റാളാണ്. അവനാണ് മഴ പെയ്യിപ്പിക്കുന്നതും, അവനാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതും, അവനാണ് ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നതും, അവനാണ് ഇവിടെയുള്ള സകല മനുഷ്യരെയും 840 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത് അവനാണ്. എത്ര സുന്ദരമായ, പിന്നെന്ത് ജാതീയത, പിന്നെന്ത് വർഗീയത. ഒരച്ഛന്റെ ഒരു ആദിമ പിതാവായ ആദൻ നബിയുടെ മക്കൾ, നബീന്റെ മക്കൾ, പിന്നെ എവിടെ പറയവർഗം, പിന്നെ എവിടെയാ പുലവർഗം, പിന്നെ എവിടെയാ ചണ്ടാലൻ, പിന്നെ എവിടെയാ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ, അങ്ങനൊന്നുമില്ല. ഇതെല്ലാം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. ഒരൊറ്റ ദൈവത്തിലേക്കാണ് മതം മനുഷ്യരെ. അതുകൊണ്ടാണ് തൗഹീദിലൂടെ എന്ന് പറഞ്ഞാൽ വഹ്ദാനിയത്തിലൂടെ, ഏകദൈവ സിദ്ധാന്തത്തിലൂടെ ഒരൊറ്റ ദൈവത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് വഴി മനുഷ്യൻ നേടുന്ന നിർഭയത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭയപ്പാടുകളില്ലാത്ത ലോകം, അത് ആരാ ആഗ്രഹിക്കാത്തത്? പേടിയില്ലാത്ത ഒരു ലോകം. ഇന്ന് നമ്മൾ പല നിലക്ക് പേടിക്കുന്നു. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമോ, അതൊരു പേടിയാണ്. ഇപ്പൊ കണ്ട, കഴിഞ്ഞ ദിവസം മങ്കടയില് ഒരു ഇടിമിന്നൽ വന്നു, 7 ആളുകൾക്കാണ് പരിക്കേറ്റത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ പിറ്റേന്നുണ്ടായത് കൊണ്ട് എനിക്ക് ആ രംഗമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 4 പേരവിടെ മരിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ 2 കുട്ടികളുണ്ട്. അത്ര തന്നെ പരിക്കില്ലാത്ത വേറൊരു പയ്യൻ. പറഞ്ഞുകൂടെ എവിടെ വെച്ച് എന്ത് സംഭവിക്കും? അവിടങ്ങളിലെല്ലാം മനുഷ്യകുലം ശരിക്കും ഉൾക്കൊള്ളേണ്ട മൂല്യവത്തായ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യം നമുക്ക് പേടിയാണ് പലതും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു, അതായത് മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാകാനുള്ള കാരണം എന്താ? ഉമ്മമാരെ വൃദ്ധസദനത്തിൽ, ഉപ്പമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതിൽ ഏറ്റവും പിറകിലാണ് മുസ്ലിങ്ങൾ. ഈ 2 കാര്യം നിങ്ങൾ എടുത്തോ. ഒന്ന്, ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജനത. ആത്മഹത്യ ഇല്ല എന്നല്ല, ആത്മഹത്യ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാകാൻ ഉള്ള കാരണം ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: അവരുടെ മതം അവരതിന് പ്രാപ്തമാക്കുന്നു. ജീവിക്കാൻ ഏത് പോരാട്ടരും. ഖുർആന്റെ പ്രയോഗം സൂറത്ത് ബഖറ 155, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൗഫ് കൊണ്ട്, ഭയപ്പാട്. സംഘപരിവാരങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ എന്താക്കും? ഉത്തരേന്ത്യയിൽ ഞങ്ങൾ എന്താക്കും? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ലോകത്തിൽ ഞങ്ങൾ എന്തു ചെയ്യും? പശുവിന്റെ പേരിൽ 30 പേർ കൊല്ലപ്പെട്ട ഈ നാട്ടിൽ ഞങ്ങൾ എന്തു ചെയ്യും? ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടർന്നാൽ അറബ് രാജ്യം എന്താകും? ഈ പേടി. അവിടെയാണ് കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ എന്ന ആശയം തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. എന്താ? എല്ലാം അല്ലാഹു വിധിച്ചു. ഈ അതായത് ശരിക്ക് നമ്മള് കരിങ്കല്ലത്താണി, പുത്തനത്താണി, രണ്ടത്താണി, മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളാണ്. പരിചയമുള്ള ചില സ്ഥലം പറഞ്ഞു. എന്താ അത്? അതിങ്ങനെ ചുമട്ട് തൊഴിലാളികൾ, പണ്ട് കാലത്ത് ചുമടെടുത്ത് പോകുന്ന ആളുകൾ തലയിൽ ദൂരം കിലോമീറ്ററുകളോളം ചുമടെടുത്ത് പോകുമ്പോൾ ആ ചുമട് സ്വന്തമായി പരസഹായമില്ലാതെ ഇറക്കി വെക്കാനാണ് അത്താണി. അതായത് 2 കല്ല് ഇങ്ങനെ വെക്കും, ആ കല്ലിന്റെ മേത് ഒരു കല്ല് ഇങ്ങനെ വെക്കും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വന്നാൽ ആ കല്ലിലേക്ക് നമ്മുടെ തലയിലെ ചുമട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാൽ പിന്നെ അയാളെ തലയിൽ ഭാരം ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. അങ്ങനെ ഇറക്കി വെക്കാൻ ഒരു അത്താണി, അതാണ് പടച്ച തമ്പുരാൻ. പിന്നെ അയാൾക്ക് ടെൻഷൻ ഇല്ല. അയാൾ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്ത് ആ ഭാരം പടച്ച തമ്പുരാൻ ഏൽപ്പിക്കുന്നതോടുകൂടി ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സുരക്ഷിതത്വ ബോധമുണ്ട്. ചെറിയ കാര്യമല്ല അത് ചെറുതായി കാണേണ്ടതുമല്ല. ഞാൻ ലളിതമായി പറയാം. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി വെള്ളത്തോൾ നാരായണ മേനോൻ. ചില പോയിന്റ് ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സ് പതിപ്പിക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ആളുകൾ കേൾക്കണ്ടോ ഇല്ലേ എന്നുള്ള ഒന്നും എന്റെ വിഷയമല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പക്ഷേ ഇത് ലൈവായിട്ട് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് നാളെ റെക്കോർഡായിട്ട് കേൾക്കുന്നുണ്ടാവാം. എന്തായാലും
നമുക്ക് 8:10 ഇശാ ജമാഅത്ത് നടക്കും. അപ്പം നമ്മൾ ആ സമയത്ത് പിരിയും. ഞാൻ എൻ്റെ തൊട്ട് ഇപ്പുറത്തെ സമയത്ത് അവസാനിപ്പിച്ച് നമ്മൾ നമസ്കരിച്ച് തിരിച്ചു വരും. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും സൂറത്ത് ഹദീദിൽ ഒരു വചനമാണ്, അധ്യായം സൂറത്ത് ഹദീദിലെ 22-ാമത്തെ വചനമാണ്. ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല, ദേഹത്തിലും ഒരു കിതാബിൽ രേഖപ്പെടുത്തിയതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാദർശികമെന്നോ പെട്ടെന്നുണ്ടായതെന്നോ ഒക്കെ നമ്മൾ പറയും. ഞാൻ പറഞ്ഞ ഒരു ചരിത്രം പറയാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ പ്രവാചകൻ വാള് തൂക്കി വെച്ച് അദ്ദേഹം വിശ്രമിക്കുകയാണ്. അപ്പൊ ആ വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വിഷയത്തിന്റെ മർമ്മത്തിൽ ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ഓപ്പറേറ്റർമാരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഒരല്പ കാറ്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാറ്റിന്റെ ദിശ ഇതിനെതിരായതുകൊണ്ടാണ് അത് മറിഞ്ഞു വീണു പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറയുന്ന പോയിന്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള പോയിന്റുകളാണ് പറയുന്നത്. പ്രവാചകന്റെ ശത്രുവിൽപ്പെട്ട ഒരാൾ വാളെടുത്തിട്ട് പ്രവാചകന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ചടി ചോദിക്കുകയാണ്, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. അവിടെ എത്തുന്നില്ല ലോകം എന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കഴുത്തിൽ വാള് കുത്തിവെച്ചിരിക്കുന്നു, ഒന്നമർത്തിയാൽ കഴുത്തിനുള്ളിലോട്ട് ആ വാള് കയറിപ്പോകും. പക്ഷെ അങ്ങനെ അമർത്തണമെങ്കിലും ആ പണി നടക്കണമെങ്കിലും സഹോദര അള്ളാഹുവിന്റെ വേണ്ടുക വേണം, വിധി വേണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കണ്ണിലേക്ക് നോക്കി അല്ലാ ഭയപ്പെട്ടോ? നിർഭയനായിരുന്നു മുത്തുനബി. മുത്തുനബിക്ക് എന്ത് ഭയപ്പാടാ ഉണ്ടായിരുന്നത്? അല്ലാ എന്ന് കേട്ടപ്പോ അയാള് ഭയപ്പെട്ടു. ആ വാള് താഴെ വീണു.
ആ വാളെടുത്തിട്ട് തിരിച്ചു പ്രവാചകൻ ചോദിച്ചു, ആര് നിന്നെ ആര് രക്ഷിക്കും എന്ന്. അവിടെയാണ് വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന കവിത എഴുതുന്നത്. ഇവിടെ വിശ്വാസികളെ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ദർഗയിലെ തങ്ങളെയോ മരിച്ചുപോയ ഏതെങ്കിലും ഒരു നബിയോ അല്ലെങ്കിൽ ജിബിരിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജിന്നുകളോ എന്നെ രക്ഷിക്കുമെന്നല്ല നബി പറയുന്നത്. അതാണ് ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിന്നെ ആര് രക്ഷിക്കും? എന്നെ എന്റെ റബ്ബ് രക്ഷിക്കും. ഈ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക. നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോ വെള്ളത്തോളം നാരായണ മേനോൻ വരെ എന്തുകൊണ്ടാ അള്ളാഹു നല്ല കവിത എഴുതിയത്? അള്ളാഹു നല്ല കവിത എഴുതിയത് എന്തുകൊണ്ട്? പ്രവാചകന്റെ അചഞ്ചലമായ വിശ്വാസം എന്ന നിലയിലാണ്. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ല പോരെ? അത് ചോദിക്കുന്നത് പടച്ചോനാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും അല്ല. ആ ചോദ്യം ചോദിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, റബ്ബ് പോരെ, അല്ല പോരെ, പടച്ചതമ്പുരാൻ പോരെ? ഇത് ഖുർആനിലെ 39-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുകയോ എന്നാണ്. തങ്ങളെ കുരുത്തക്കേട്, ഇന്ന് ദർഗയിലെ കുരുത്തക്കേട്, ഷെയ്ഖിന്റെ കുരുത്തക്കേട്, അല്ലെ മൊയ്തീൻ ഷെയ്ഖിന്റെ കുരുത്തക്കേട്, നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനിടയിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹുവിന് സൂറത്ത് ആൽ ഇംറാനിലെ 173 മുതലുള്ള വചനം എന്താ? ആ സൈന്യത്തെ പറ്റി പറഞ്ഞ് ഇബ്ലീസ് നിങ്ങളെ പേടിപ്പിക്കുന്നു. ശരിക്കും നിങ്ങൾ പേടിക്കേണ്ടത് പടച്ച തമ്പുരാനെയാണ്. ഈ ആശയം الذين يبلغون الرسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. ഖുർആനിലെ 33-ാം അധ്യായം 39-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന ഒരാളും അള്ളാഹനല്ലാത്ത ഒരാളെ പേടിക്കരുത് എന്നാണ്. അപ്പൊ അള്ളാഹനെ പേടിക്കുക, അള്ളാഹുലേക്ക് അഭയം നേടുക. ഇങ്ങനെയാണ് ഇസ്ലാം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നാമതായി വേണ്ടത്, അറബ് ജനതയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പോയിന്റ് എന്താണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അല്ലാഹു വിശ്വസിച്ചില്ല എന്നല്ലല്ലോ പറയുന്നത്. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ ഭൂരിപക്ഷ ആളുകൾ അല്ലാഹു വിശ്വസിച്ചു. പക്ഷെ എങ്ങനെ അവനിൽ പങ്കു ചേർത്തുകൊണ്ട്. അങ്ങനെയാണ് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനത്തിൽ പറയുന്നത്. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിപക്ഷ ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവനിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം, ശിർക്ക് കലർന്നുകൊണ്ടുള്ള വിശ്വാസം. അപ്പൊ റബ്ബിൽ വിശ്വാസം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഉണ്ട് എന്നാണ്. പിന്നെന്താ പ്രശ്നം? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. സൂറത്ത് അനാമിലെ 90 മുതലുള്ള 103 വരെയുള്ള വചനങ്ങളാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അല്ലാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അപ്പൊ വിഷയം എന്താണ്? അല്ലാഹനെ ശരിക്കും മനസ്സിലാക്കി. അറബ് ജനതയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? മഴ ചൊരിഞ്ഞു തരുന്നത് ആരാണ്? ചോദിക്ക്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ. ലേ ഖുർആന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 31-ാമത്തെ വചന. ആരാ നിർജീവാവസ്ഥയും ജീവാവസ്ഥയിലെ? അല്ലാഹുവായിരുന്നു. അബൂജഹലിനെ തൊട്ടടുത്തേക്ക് വിളിച്ചിട്ട് റസൂൽ ചോദിച്ചു, ലോകത്തിന്റെ നിയന്ത്രണം ആർക്കാണ്? അദ്ദേഹം പറഞ്ഞു അല്ലാഹ്. ആധുനിക ലോകത്തെ ആളുകൾ പറയുന്നതോ CM മടവൂരിനാണ്. 1991 മരിച്ച CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണെന്ന്. അബൂജഹലിന് പോലും ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത്, അതിനെ കുറിച്ചൊന്ന് സത്യസന്ധമായി വിലയിരുത്തണ്ടേ? ഖുർആൻ ആയത്തുകൾ പറയുന്നു, അധ്യായം പറയുന്നു, വചനം പറയുന്നു, ഖുർആനിൽ ഉള്ളത് വിവരിക്കുന്നു. എന്നിട്ടും ആളുകൾ നമ്മളെ പുത്തൻവാദികളാക്കുന്നു. ആളുകൾ നമ്മളെ ഇസ്ലാമിനെ പൊളിക്കുന്നവരാക്കി മാറ്റുന്നു. നേരെ മറിച്ച് മറുഭാഗത്തൊന്നുമില്ല. തൊള്ളത്താളം പറയുകയും അവരവരുടെ ആഗ്രഹങ്ങൾ പറയുകയും അവരുടെ പൂതി പറയുകയും ചെയ്യുന്നിടത്ത് അതിന്റെ പിന്നാലെയാണ് ആളുകൾ. നേരെ മറിച്ച് നമ്മൾ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം അത്ഭുതമല്ല. ഒരു കാര്യം നോക്ക്, മനുഷ്യവാസം ഈ ഭൂമുഖത്ത് വരുന്നതിനും ഈ ഭൂമിയുണ്ട്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബി ഇല്ല, യേശു ക്രിസ്തു ഇല്ല, ആരുമില്ല. അമ്പലമില്ല, പള്ളിയില്ല, ചർച്ചില്ല, സിനഗോഗിലില്ല, ഒന്നുമില്ല. ഒരൊറ്റ ചോദ്യം,
ഈ യേശുവും ശ്രീരാമനും ശ്രീകൃഷ്ണനും ജനിക്കുന്നതിന് മുമ്പ്, ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ആരാധനാലയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചമുണ്ടെങ്കിൽ ബാല, ആ പ്രപഞ്ചത്തെ, സുരേന്ദ്ര, ആ പ്രപഞ്ചത്തെ, മൊഹിദ്ദീനെ, ആ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? അവനെ പോരെ നമുക്ക്. അവനല്ലേ നമ്മുടെ ദൈവം. നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം. നിങ്ങൾ നോക്കി, ഈ കാറ്റ് എവിടുന്ന ഈ സംവിധാനം? എത്ര ശാന്തമായിട്ട്, എന്തോ ഒരു ചൂടായിരുന്നു. ഇവിടെ 2 ഫാന വർക്ക് ചെയ്തുണ്ട്. ഇനി ഇവിടെ വല്ല ഫാനോ എസിയോ വേണോ? അപ്പോ അത് ചിന്തി നോക്കി, എത്ര സെക്കൻഡ് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ അരമണിക്കൂർ തണുത്ത് ഇങ്ങോട്ട് മുറുങ്ങലിച്ചു. അതുവരെ നരകത്തിന്റെ ചൂട് നോക്കാൻ ആളുകൾ ഇപ്പോഴത്തെ ചൂടിനെ വിളിക്കണേ. സത്യമാണ് താനും. നരകത്തിന്റെ ചൂടിന്റെ ഒരു ചൂട് പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു ഒഴുക്കി വിടുകയാണ്. അത് ഹദീസിൽ വന്നതാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, എത്ര പെട്ടെന്നാണ് ഇപ്പൊ ഈ അന്തരീക്ഷം നടത്ത് അള്ളാഹ് ചുരുങ്ങിയത്. ഇത് മൊയ്തീൻ ഷെയ്ഖിനെ കൊണ്ടാണ്, ശ്രീരാമനെ കൊണ്ടാണെന്ന് ആരെങ്കിലും പറയൂ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിനു മുമ്പും മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് കാറ്റുണ്ടായിരുന്നല്ലോ. കാറ്റ് കൊണ്ടൊരു ജനതയെ നശിപ്പിച്ചിരുന്നു. അപ്പൊ കാറ്റിനെ ആരാ നിയന്ത്രിച്ചു? സത്യത്തിൽ മുജാഹിദുകൾ ആരുടെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ബാക്കി എല്ലാവരും, ഒരു പള്ളിയിലെ അച്ഛൻ, ഏറ്റവും പ്രഗത്ഭനായ അച്ഛനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാറ്റില്ല അച്ഛോ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. പള്ളിയിലച്ഛനോട് യേശു കന്യാമറിയമിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയില്ലേ അച്ഛോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലാതല്ല എന്ന് പറയാൻ പറ്റുമോ? അച്ഛോ ആ ഭൂമിയെയും ആകാശത്തെയും ആര് നിയന്ത്രിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? ക്രിസ്ത്യാനിറ്റിന്റെ കഥ കഴിഞ്ഞില്ലേ? നേരെ മറിച്ച് ഇസ്ലാം എന്താ പറയുന്നത്? ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് മാനവകുലം മടങ്ങണം എന്ന കാര്യമാണ് പറയുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പിരിയാണ്. നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് ഏറ്റവും വേഗം വരിക. കാലാവസ്ഥയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കിത് തന്നെ വിജയമാണ്. നമ്മൾ നിയ്യത്ത് വെക്കുന്നു, കൂലി തരേണ്ടത് പടച്ചോനാണ്. നടന്നാലും നടന്നില്ലെങ്കിലും ഈ ചെറുക്ക് നിയ്യത്ത് വെച്ചു, തടയപ്പെട്ടു, പൂർണ്ണ കൂലി അല്ലാഹ് കൊടുത്തു. നമുക്കും ആ കൂലിയുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.